ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവുമല്ലോ. കഴിഞ്ഞ ഉത്സവ ദിവസങ്ങളിലെ പ്രധാന എഴുന്നള്ളത്തുകളും മറ്റ് കാഴ്ചകളുമൊക്കെ കണ്ടുകൊണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ നഗരമാണ് വൈക്കം. ഭാരത ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരു സ്ഥാനമാണ് വൈക്കത്തിനുള്ളത്. വൈക്കം സത്യാഗ്രഹം പോലുള്ള പല ചരിത്ര സംഭവങ്ങൾക്കും അതുപോലെ ഒരുപാട് കലാസാഹിത്യകാരന്മാർക്കും ജന്മം നൽകിയ ഒരു നാടുകൂടിയാണ് വൈക്കം. പക്ഷേ വൈക്കം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രവും വൈക്കത്തഷ്ടമിയും തന്നെയായിരിക്കും. ഈ നഗരത്തിൻ്റെ ശക്തികേന്ദ്രമായി നഗരമധ്യത്തിലായി 8 ഏക്കർ വിസ്തൃതിയിൽ കിഴക്കോട്ട് ദർശനമായി വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒരുപാട് മഹാക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും വൈക്കം മഹാദേവ ക്ഷേത്രവും ഗുരുവായൂരും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമൊക്കെ അവയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ കേരളത്തിലെ മഹാദേവ ക്ഷേത്രങ്ങളിൽ വൈക്കത്തപ്പനുള്ള ആ ഒരു പ്രാമാണ്യവും പ്രാമുഖ്യവും വളരെ പ്രധാനമാണ്. ഐതിഹ്യങ്ങളനുസരിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണിത്. നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും, മനസ്സ് എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും ഇത്തരം പൗരാണികമായ ക്ഷേത്രങ്ങളിലൊന്ന് ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ അറിയാതെ തന്നെ നമുക്കൊരു ശാന്തതയും പ്രത്യേകമായ ഒരു ഊർജവുമൊക്കെ കൈവരുന്നത്. കാരണം ഇതുപോലെ പുരാതനമായ മഹാക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാവിഗ്രഹങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ സാധാരണ മനുഷ്യരുടെ മന്ത്രശക്തിയാൽ ഉണ്ടായിട്ടുള്ള ചൈതന്യം മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ദേവന്മാരാലും ഋഷിമാരാലും ഒക്കെ പൂജിക്കപ്പെട്ടിരുന്നതിനാൽ സവിശേഷമായ ഒരു ശക്തി ചൈതന്യം ഇത്തരം ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാവിഗ്രഹങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അന്നദാന പ്രഭു എന്നാണ് വൈക്കത്തപ്പനെ വിശേഷിപ്പിക്കുന്നത്. വൈക്കത്ത് വരുന്ന ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് ഭഗവാന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടും പ്രാതൽ തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് നിത്യവും ഭഗവാന്റെ പ്രാതലുണ്ട് സംതൃപ്തരായി മടങ്ങുന്നത്. നിത്യവും അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതിന് മുൻപ് കുത്തുവിളക്കുമായി കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് വിളിച്ചു ചോദിക്കും, അത്താഴപ്പഷ്ണിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നടയടയ്ക്കൂ. ഭഗവാന്റെ പ്രസാദമായി നമുക്ക് നൽകുന്ന ഭസ്മവും വളരെ പ്രാധാന്യമുള്ളതാണ്. വലിയടുക്കളയിലെ ചാരം ശേഖരിച്ച് അരിച്ചെടുത്ത് തയ്യാറാക്കുന്ന ഈ ഭസ്മം വളരെയധികം ഔഷധ ഗുണങ്ങളും വിഷഹരവുമാണെന്നാണ് വിശ്വാസം. വിശ്വാസം മാത്രമല്ല, അനുഭവവുമാണ്. അതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിവെച്ച ആചാരങ്ങൾ ഒരു പരിധിവരെ മുറതെറ്റാതെ നടത്തിക്കൊണ്ടു പോകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഏകദേശം 8 ഏക്കർ വിസ്തൃതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 ഭാഗത്തും ഗോപുരങ്ങളും വലിയ ആനപ്പള്ള ചുറ്റുമതിലും ആനപ്പന്തൽ, സ്വർണ്ണക്കൊടിമരം, ബലിക്കൽപുര, മണ്ഡപം, തിടപ്പള്ളി, മുളയറ, ചുറ്റമ്പലം, വിളക്കുമാടം, ഊട്ടുപുരമാളിക, വലിയ ക്ഷേത്രക്കുളം, ക്ഷേത്രത്തിന് ചുറ്റുമായി വ്യാപാര സ്ഥാപനങ്ങൾ, താമസ സ്ഥലങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ എന്നിങ്ങനെ പുരാതന നഗര സമ്പ്രദായത്തിൽ പഞ്ചപ്രാകാരത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണിത്. നിത്യവും 5 പൂജകളും 3 ശീവേലികളും പതിവുണ്ട്. പ്രഭാത സമയത്ത് ദക്ഷിണാമൂർത്തിയായും, മധ്യാഹ്നത്തിൽ കിരാതമൂർത്തിയായും, വൈകുന്നേരം പാർവതി സമേതനായും ഇങ്ങനെ 3 ഭാവങ്ങളിലാണ് വൈക്കത്തപ്പനെ ആരാധിക്കുന്നത്. സ്കന്ദപുരാണം, പത്മപുരാണം, ഭാർഗവപുരാണം എന്നീ പുരാണങ്ങളിലും വയ്യാഘ്രപുരവാസായ നമ എന്ന നാമം ഉൾപ്പെടുന്ന ഭഗവാൻ നാരായണൻ തന്നെ മന്ത്രദൃഷ്ടാവായ ഋഷിയായി പരിണമിക്കുന്ന വേദസാര ശിവസഹസ്രനാമ സ്തോത്രത്തിലെ പരാമർശവുമൊക്കെ നോക്കുമ്പോൾ വേദകാലഘട്ടത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് കണക്കാക്കാവുന്നതുമാണ്. പഴയകാല ഐതിഹ്യങ്ങളനുസരിച്ച് ത്രേതായുഗത്തിൽ തന്നെ ഈ പ്രദേശത്ത് ശൈവ ചൈതന്യം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 15-ാം നൂറ്റാണ്ട് മുതലുള്ള പല കൃതികളും വൈക്കത്തപ്പനെ സ്തുതിക്കുന്നവയായി കണ്ടുകിട്ടിയിട്ടുണ്ട്. വയ്യാഘ്രപുരമാഹാത്മ്യം എന്ന പ്രാചീന സംസ്കൃത കൃതിയും കുട്ടിക്കുഞ്ഞ് തങ്കച്ച് രചിച്ച വൈക്കം സ്ഥലപുരാണം എന്ന മധ്യകാല കൃതിയിലും വൈക്കം മേൽശാന്തിയായ ശ്രീ തരണി നാരായണൻ നമ്പൂതിരിയുടെ കൃതിയിലുമൊക്കെ ക്ഷേത്രത്തെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. 10-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശങ്ങളൊക്കെ തമിഴ് രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് ചേരന്മാരോ പാണ്ഡ്യന്മാരോ ആവാം. കടുത്തുരുത്തി, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം, തിരുവല്ല, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളും മീനച്ചിൽ താലൂക്കിൻ്റെ ഒരു ഭാഗവും ഉൾപ്പെട്ട ദേശങ്ങൾ വെമ്പലിനാട് എന്ന രാജ്യമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്.
രാജാവിൻ്റെ സാമന്തന്മാരായിരുന്ന ചില നാട്ടുരാജാക്കന്മാരാണ് ഈ വെമ്പുലിനാട് ഭരിച്ചിരുന്നത്. പിന്നീടത് വടക്കുംകൂറെന്നും തെക്കുംകൂറെന്നും 2 ശാഖകളായി വേർപിരിഞ്ഞു. കടുത്തുരുത്തി ആസ്ഥാനമാക്കി ഇടക്കാലത്ത് ഭരിച്ചിരുന്ന വടക്കുംകൂർ പിന്നീട് അവരുടെ ആസ്ഥാനം വൈക്കത്തേക്ക് മാറ്റുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. ഐതിഹ്യങ്ങളനുസരിച്ച് രാമായണത്തിൽ പറയുന്ന ഖരൻ എന്ന അസുരൻ മാല്യവാൻ എന്ന രാക്ഷസ താപസനിൽ നിന്നും ഉപദേശം നേടി ചിദംബരത്ത് എന്ന് നടരാജമൂർത്തിയെ തപസ്സനുഷ്ഠിച്ച് പ്രീതിപ്പെടുത്തുകയും നടരാജമൂർത്തി ഖരൻ ആവശ്യപ്പെട്ട വരങ്ങളും ദിവ്യശക്തിയുള്ള 3 ശിവലിംഗങ്ങളും നൽകുകയും ഈ ശിവലിംഗങ്ങളെ പൂജിച്ച് മോക്ഷം നേടുവാനും നിർദ്ദേശിച്ചു. 2 കൈകളിലും കഴുത്തിലിറക്കിയുമെടുത്ത് ഈ ശിവലിംഗങ്ങളുമായി ആകാശമാർഗം ഖരൻ ദക്ഷിണദിക്കിലേക്ക് യാത്രയായി. യാത്രക്കിടയിൽ 3 ശിവലിംഗങ്ങളും ഭൂമിയിൽ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ഇത് ഈ പ്രദേശത്തായിരുന്നു അത്രേ. വിശ്രമത്തിന് ശേഷം ഖരൻ യാത്ര തുടരാനായി നോക്കിയപ്പോൾ വലതു കൈയിലെ ശിവലിംഗം ആ വച്ച സ്ഥാനത്ത് തന്നെ ഉറച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇത് ഭഗവാന്റെ വൈഭവം തന്നെയാണെന്ന് മനസ്സിലാക്കിയ ഖരൻ ആ ശിവലിംഗം അവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന വ്യാഘ്രപാദ മഹർഷിയെ ഏൽപ്പിക്കുകയും യഥായോഗ്യം പൂജിച്ചാരാധിക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും യാത്ര ആരംഭിച്ച ഖരൻ കഴുത്തിലിറുക്കി വെച്ച ശിവലിംഗം കടുത്തുരുത്തിയിലും ഇടത് കൈയിലെ ശിവലിംഗം ഏറ്റുമാനൂരും പ്രതിഷ്ഠിച്ചു. വൈക്കത്ത് നിന്നും കടുത്തുരുത്തിയിലേക്കും കടുത്തുരുത്തിയിൽ നിന്നും ഏറ്റുമാനൂരേക്കും ഏതാണ്ട് തുല്യ അകലമാണെന്നതും ഈ ഐതിഹ്യത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നു. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് വളരെ വിശേഷമായിട്ടാണ് കാണുന്നതും. പിന്നീട് ഖരൻ ഏൽപ്പിച്ചു പോയ ആ ദിവ്യ ശിവലിംഗത്തെ വ്യാഘ്രപാദ മഹർഷി ശ്രദ്ധാഭക്തി പുരസരം പൂജിച്ചാരാധിക്കുകയും ഒരു വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസം മഹാദേവൻ വ്യാഘ്രപാദ മഹർഷിക്ക് പാർവതി സമേതനായി ദർശനം നൽകുകയും അനുഗ്രഹിക്കുകയും ഇനി മുതൽ ഈ പ്രദേശം വ്യാഘ്രപാദപുരം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും എന്നും അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയും തിരുവുത്സവവും ആഘോഷിക്കുന്നത് വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസവും അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലുമായിട്ടാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഒരു വലിയ ആൽത്തറ കാണാം. വ്യാഘ്രപാദത്തറ എന്നാണ് ഇത് അറിയപ്പെടുന്നതും. ഈ ആൽത്തറയിലാണ് വ്യാഘ്രപാദ മഹർഷി മഹാദേവനെ ധ്യാനിച്ചിരുന്നതും മഹാദേവൻ മഹർഷിക്ക് അഷ്ടമി നാളിൽ ദർശനം നൽകിയതെന്നുമാണ് വിശ്വാസം. ഈ ആൽത്തറയ്ക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. താരകാസുര നിഗ്രഹത്തിന് പോയ പുത്രനായ ഉദയനാപുരത്തപ്പൻ്റെ വരവും കാത്ത് ഉപവാസമനുഷ്ഠിച്ച് ഭഗവാൻ കാത്തു നിൽക്കുന്നതും ഈ വ്യാഘ്രപാദത്തറയ്ക്ക് സമീപമാണ്. അസുരനിഗ്രഹത്തിന് ശേഷം വിജയശ്രീലാളിതനായി തിരിച്ചെത്തുന്ന ഉദയനാപുരത്തപ്പന് സ്വന്തം സ്ഥാനം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നു. വികാരഭരിതമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ദിവസമാണ് വൈക്കത്തഷ്ടമി. വ്യാഘ്രപാദ മഹർഷി മടങ്ങിയതിനു ശേഷം കാലങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ചിരഞ്ജീവിയായ പരശുരാമൻ ആകാശമാർഗേണ സഞ്ചരിക്കുമ്പോൾ ചില ശുഭലക്ഷണങ്ങൾ കണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന അതീവ തേജസ്സാർന്ന ശിവലിംഗം കണ്ട് ഉടനടി താഴേക്കിറങ്ങി നോക്കുകയും ത്രികാലജ്ഞാനിയായ അദ്ദേഹത്തിന് ഇത് പണ്ട് ഖരമഹർഷി കൊണ്ടുവച്ച ശിവലിംഗമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. വിശിഷ്ടമായ ഈ ശൈവചൈതന്യം ലോകോപകാരപ്രദവും കലികാലത്ത് ഭക്തർക്കൊരാശ്രയവുമായിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഉടൻ തന്നെ കുറച്ച് മണ്ണ് കൂട്ടി ആ ശിവലിംഗം മന്ത്രപുരസരം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. തൽക്ഷണം ഭഗവാൻ പാർവതീ സമേതനായി അവിടെ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ ഭക്തനും മഹാവിഷ്ണുവിൻ്റെ അവതാരവുമായ പരശുരാമ മഹർഷി പ്രതിഷ്ഠിച്ചതിനാൽ ഇനി മുതൽ ശൈവ വൈഷ്ണവ ചൈതന്യത്തോടെ ലോകാനുഗ്രഹത്തിനായി ഇവിടെ വസിച്ചുകൊള്ളാമെന്ന് അരുളി ചെയ്ത് ഭഗവാൻ മറയുകയും ചെയ്തു. സന്തുഷ്ടനായ പരശുരാമ മഹർഷി യഥായോഗ്യം ഒരു ക്ഷേത്രം നിർമ്മിച്ച് പൂജാതികർമ്മങ്ങൾ നിശ്ചയിക്കുകയും ക്ഷേത്രം ബ്രാഹ്മണർക്കായി ദാനം ചെയ്ത് മറയുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞ് ഈ പ്രദേശം സമുദ്രത്തിനടിയിൽ പെട്ടുപോവുകയായിരുന്നുവെന്നും പിന്നീട് ഒരു കാലത്ത് കടൽ പുറകോട്ട് പോയി കാലക്രമേണ ഘോരവനമായി മാറിയെന്നുമൊക്കെ പഴമക്കാർ പറയുന്നു. സമുദ്രമായിരുന്നു അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ പെട്ടുകിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ചേർത്തല വൈക്കം ഭാഗങ്ങളെന്ന് നമുക്ക് ഇവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു തോടിൻ്റെ അകലമേ ചേർത്തല വൈക്കം ഭാഗങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ഒരു കാലത്ത് പ്രകൃതിയുടെ പ്രതിഭാസം മൂലമാണ് വേമ്പനാട്ടുകായൽ രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്രവും എടപ്പങ്ങഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമൊക്കെ വൈക്കവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ രൂപഘടനയ്ക്ക് ഒരു 700 അല്ലെങ്കിൽ 800 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതായി പറയുന്നില്ല. കടൽ പിൻവാങ്ങി മനുഷ്യവാസം ആരംഭിച്ച കാലത്ത് കുറച്ച് ബ്രാഹ്മണരും മറ്റ് വിഭാഗക്കാരും ഒക്കെയായിരുന്നു കൃഷിയും കാര്യങ്ങളുമൊക്കെയായി ഇവിടെ ഉണ്ടായിരുന്നത്. വൈക്കം ക്ഷേത്രം ഇരിക്കുന്നത് ഏതാണ്ട് 8 ഏക്കറോളം സ്ഥലത്താണ്. പണ്ടിവിടം 36 പറ പുഞ്ചവയലായിരുന്നുവെന്നും പറയപ്പെടുന്നു. രേഖകൾ പ്രകാരം ഇപ്പോഴും നിലമായി തന്നെയാണ് കണക്കാക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പണ്ട് ക്ഷേത്രഭരണം വൈക്കത്തെ 108 ഊരാൺമ ഇല്ലക്കാർക്കായിരുന്നു. ഊരാൺമക്കാരിൽ പ്രധാനിയായിരുന്ന ഇണ്ടന്തുരത്തിൽ മനവകയായിരുന്നു ഇത്ര ഈ സ്ഥലം.
അങ്ങനെ ഒരിക്കൽ കൃഷിക്കായി നിലമൊരുക്കുന്ന സമയം അന്നത്തെ കാരണവർക്ക് ഖരമഹർഷി സ്വപ്നദർശനം നൽകുകയും അത് പ്രകാരം നിലം ഉഴുമ്പോഴും കിളയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്നും അവിടെ ഒരു വിശിഷ്ടമായ ശിവലിംഗം ഉണ്ടാകുമെന്നുമായിരുന്നു അത്. എന്തായാലും പണ്ടുകാലത്ത് കൃഷിപ്പണികൾ നടന്നുകൊണ്ടിരുന്ന കാലത്താണ് ജോലിക്കാർ ശിവലിംഗം കണ്ടെടുത്തതെന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ പിന്മുറക്കാരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിനുശേഷം പ്രമാണിമാരും നാട്ടുകാരുമൊക്കെ കൂടിയാലോചിച്ച് ക്ഷേത്ര നിർമ്മാണത്തിനായി തീരുമാനിക്കുകയും ഇണ്ടന്തുരുത്തി മനക്കാർ ഈ സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു. പിന്നീട് അന്നത്തെ ഭരണാധികാരികളുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം നിർമ്മിക്കുകയും ക്ഷേത്രഭരണം പല കാലങ്ങളിലായി വന്നു ചേർന്ന 108 ഇല്ലക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു അത്രേ. ഇണ്ടന്തുരുത്തി ഇല്ലത്തേക്ക് പഴയ കാലം മുതൽക്ക് തന്നെ 200 പറ നെല്ലിൻ്റെ പഴയ കണക്കനുസരിച്ചുള്ള ജന്മിക്കരം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെയും കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിലവിലുണ്ടോ എന്നറിയില്ല. ആ ഒരു അവകാശമുള്ളതുകൊണ്ട് തന്നെ പഴയ പതിവനുസരിച്ച് കൊടിയേറ്ററിയിപ്പിനായി ഇണ്ടന്തുരുത്തി ഇല്ലത്തേക്ക് ആനപ്പുറത്ത് മൂസത് എഴുന്നള്ളിച്ചെന്ന് കൊടിയേറ്ററിയിപ്പായി ഓല വായിക്കുന്ന പതിവുമുണ്ട്. കിഴക്കും ചേരി, തെക്കും ചേരി, പടിഞ്ഞാറ്റും ചേരി, വടക്കും ചേരി എന്നിങ്ങനെ 4 ചേരികളാക്കി വൈക്കത്തെ തിരിച്ചിരുന്നു. ഈ 4 ചേരികളിലും 4 ശാസ്താക്കന്മാർ, 4 വിഷ്ണു ക്ഷേത്രങ്ങൾ, 4 ഭദ്രകാളി ക്ഷേത്രങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. അവയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവയിൽ ചിലതൊഴിച്ചാൽ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പറയാനാവുന്നില്ല. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും നമ്പൂതിരിമാരും അന്നത്തെ ഭരണാധികാരി വടക്കുംകൂർ രാജാവുമായി അധികാരത്തെ ചൊല്ലി വഴക്കും മത്സരങ്ങളുമൊക്കെ വർദ്ധിക്കുകയും ഊരാൺമക്കാർ 2 ചേരികളായി തിരിയുകയും ചില ഹീനപ്രവൃത്തികളും മറ്റും പരസ്പരം ചെയ്തതിനെ തുടർന്ന് 2 കൂട്ടർക്കും ക്ഷേത്രഭരണം നടത്തിക്കൊണ്ടു പോവുക തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. ക്ഷേത്രത്തിന് തുടക്കം മുതൽ നടന്നു വന്നിരുന്ന കുംഭാഷ്ടമി എഴുന്നള്ളത്ത് മുടങ്ങുകയും ഒരു കൂട്ടർ ആനയെ ഉപദ്രവിക്കുകയുമൊക്കെ ചെയ്തതിനെ തുടർന്ന് കുറേ കാലത്തേക്ക് കുംഭാഷ്ടമി മുടങ്ങുകയും ചെയ്തു. അഭ്യാസികളായിരുന്ന കറുകയിൽ കൈമൾമാരുടെ സഹായത്തോടെ രാജാവിനെ ഒഴിവാക്കി ഊരാൺമക്കാർ ക്ഷേത്രഭരണം നടത്തിയെങ്കിലും പിന്നീടത് അവർ തിരുവിതാംകൂർ രാജാവിനെ ഏൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് എന്ന് ഊരാൺമക്കാരിൽ പ്രധാനികൾ രാജാവിനെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുവെങ്കിലും മറ്റൊരു രാജ്യത്തെ ക്ഷേത്രഭരണം ഏറ്റെടുക്കുന്നത് ശരിയല്ല എന്നായിരുന്നു രാജാവിൻ്റെ അഭിപ്രായം. എങ്കിലും ഇവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ രാജാവ് ക്ഷേത്രഭരണം തിരുവിതാംകൂറിലുള്ള വഞ്ഞിപ്പുഴ ചീഫിൻ്റെ ചുമതലയിൽ സമുദായപ്പോറ്റി എന്ന പേരിൽ ഒരു പ്രതിനിധിയെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നതിലേക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. 1882 വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടി രേഖകളിൽ ഒപ്പുവെച്ചു. അങ്ങനെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സമുദായ മേൽക്കോയ്മ തിരുവിതാംകൂർ രാജവംശത്തിന് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണത്രേ കുംഭാഷ്ടമി എഴുന്നള്ളിപ്പ് പുനരാരംഭിച്ചത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് വൈക്കം തിരുവിതാംകൂറിൽ ലയിച്ചിരുന്നുവെങ്കിലും വിശാഖം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ് ഊരാൺമ ഭരണം അവസാനിച്ചത്. എങ്കിലും അവരുടെ ചില അവകാശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരള സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് ക്ഷേത്രം എത്തിച്ചേരുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ വൈക്കത്തുള്ള നമ്പൂതിരിമാർ തന്നെയായിരുന്നു മേൽശാന്തി സ്ഥാനവും തന്ത്രവുമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അത് സാധിക്കാതെ വന്നതുകൊണ്ടാവണം രാജഭരണകാലത്ത് കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട 11 ഇല്ലക്കാരെ ഇവിടുത്തെ ശാന്തിയുടെ അവകാശം കാരായ്മയായി ഏൽപ്പിച്ചത്. അതിൽ തരണി ഇല്ലക്കാർക്കാണ് മേൽശാന്തി സ്ഥാനം. ബാക്കിയുള്ള 10 ഇല്ലക്കാർ കീഴ്ശാന്തിമാരായും ഇപ്പോഴും തുടർന്നു വരുന്നു. അതുപോലെ ക്ഷേത്രത്തിലെ ഓരോ അടിയന്തരങ്ങൾക്കും പാരമ്പര്യമായി കാരായ്മ അവകാശമുള്ള കുടുംബങ്ങളുണ്ട്. ഇവിടുത്തെ തന്ത്രം 2 ഇല്ലക്കാർക്കാണ്, മേക്കാട്ട് നമ്പൂതിരിക്കും മറ്റപ്പള്ളി നമ്പൂതിരിക്കും. ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങൾ വൈക്കത്തഷ്ടമി മഹോത്സവം, ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, കുംഭാഷ്ടമി, ചിറപ്പ് തുടങ്ങിയവയാണ്. ക്ഷേത്രത്തിന് മുൻപിലായി കാണുന്ന കിഴക്കുവശത്തെ കരിങ്കല്ലിലും തടിയിലും തീർത്ത ആനപ്പന്തൽ ആദ്യകാല നിർമ്മിതികളിലൊന്നാണ്. അതിന് നേരെ പടിഞ്ഞാറ് വശത്താണ് വ്യാഘ്രപാദ മഹർഷിക്ക് മഹാദേവൻ ദർശനം കൊടുത്തു എന്ന് കരുതപ്പെടുന്ന ആൽത്തറ സ്ഥിതി ചെയ്യുന്നത്. വ്യാഘ്രപാദത്തറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്തായി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള 17ഉം 18ഉം തട്ടുകളുള്ള വലിയ 4 ഓട്ടുവിളക്കുകൾ കാണാം. ഇതിൻ്റെ താഴെയായി പഴയകാല വട്ടെഴുത്തുകളുമൊക്കെയുണ്ട്. ക്ഷേത്രത്തോട് ചേർന്നുള്ള ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായ മനോഹരമായ ആനക്കൊട്ടിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ ആനപ്പന്തലിൻ്റെ മുഖപ്പിലും മുകൾത്തട്ടിലുമൊക്കെ സവിശേഷമായ കൊത്തുപണികൾ കാണാം. ഏകദേശം 64 അടിയോളം ഉയരമുള്ളതാണ് ഇവിടുത്തെ സ്വർണ്ണക്കൊടിമരം. ഇതിൻ്റെ പുറകിലായി വലിയ 2 ദ്വാരപാലകരുടെ വിഗ്രഹങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച തമിഴ്നാടൻ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള മനോഹരമായ കൊത്തുപണികളോടുകൂടിയ വലിയ ബലിക്കൽപ്പുരയാണ്. വ്യാളി രൂപങ്ങളും സാലഭഞ്ജികകളും മറ്റ് ധാരാളം കൊത്തുപണികളുമൊക്കെ ഓരോ തൂണുകളിലും കാണാം.
വളരെ വലിപ്പമേറിയ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്കൊത്തവണ്ണമുള്ള പിത്തള പൊതിഞ്ഞ മഹാബലിപീഠവും ഒരു പ്രത്യേകതയാണ്. വലിയ ബലിക്കൽപുരയുടെ വടക്ക് കിഴക്കേ തൂണിലായി അഴികളിട്ട് മറച്ച ഒരു ചെറിയ ശ്രീകോവിലിൽ തൂണിന്മേൽ ഗണപതി എന്നൊരു പ്രതിഷ്ഠയുണ്ട്. അസാധാരണ ശക്തിവിശേഷമുള്ള ഈ ഗണപതിക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു സംരക്ഷക സ്ഥാനം കൂടി ഉള്ളതാണ്. കാര്യസാധ്യത്തിനായി ഇവിടെ അപ്പം നിവേദിക്കുക പ്രധാനമാണ്. അകത്തേക്ക് കിടക്കുന്ന പ്രധാന വാതിലിൻ്റെ തെക്കുവശത്തായി താഴെ ഭിത്തിയിൽ ക്ഷേത്രത്തിൻ്റെ അളവുകോലിൻ്റെ ഒരു മാതൃക സ്ഥാപിച്ചിരിക്കുന്നതും കാണാം. സവിശേഷമായ കൊത്തുപണികളോടുകൂടിയ നമസ്കാര മണ്ഡപമാണ്. ചുമർചിത്രങ്ങളും ശില്പങ്ങളും നിറഞ്ഞ മനോഹരമായ കേരളത്തിലെ തന്നെ വട്ട ശ്രീകോവിലുകളിൽ ഒന്നാണ് ഇവിടുത്തെ. പടി 6 കടന്ന് അകത്ത് എന്നാൽ ഗർഭഗൃഹത്തിനുള്ളിലായി 2-3 അടിയോളം പൊക്കമുള്ള വലിയ കരിങ്കൽ പീഠത്തിലാണ് 5 അടിയോളം പൊക്കമുള്ള കൃഷ്ണശിലയിൽ തീർത്ത സവിശേഷമായ വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉപദേവതകളായി ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്ത് 2 ഗണപതി പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ വലിയ ബലിക്കൽപുരയിലെ തൂണിൽമേൽ ഗണപതിയുടെ പ്രതിഷ്ഠ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സർപ്പസാന്നിധ്യങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഒരു മതിൽക്കെട്ടിനുള്ളിൽ പനച്ചിക്കൽ ഭഗവതി എന്നൊരു ശാക്തേയ സങ്കല്പവുമുണ്ട്. ഐതിഹ്യപരമായി ഈ ഒരു ഭഗവതി സങ്കല്പത്തിനും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിനെപ്പറ്റി പറയാനുണ്ടെങ്കിലും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനാവാത്തതുകൊണ്ട് ചുരുക്കുന്നു. മറ്റ് ഭാഗങ്ങളിലായി ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്താം. വാമൊഴിയായി പറഞ്ഞു കേട്ടതും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വന്നു ചേരുന്ന തെറ്റുകുറ്റങ്ങൾ ദയവായി ക്ഷമിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക.